നമ്മളൊരു ബുദ്ധിമുട്ടിൽ, നമ്മൾ ഒറ്റയ്ക്കായിരിക്കാം, നമ്മൾ സങ്കടത്തിലായിരിക്കാം, നമ്മളൊരു ക്രൈസിസിലായിരിക്കും, എന്താ ചെയ്യുന്നത് അറിയത്തില്ലാത്ത സിറ്റുവേഷൻ ആയിരിക്കാം. ഗോഡ് വിൽ സെൻഡ് ആൻ ഏഞ്ചൽ. കർത്താവ് ഒരു മാലാഖയെ അയക്കും. ചിലപ്പോൾ ഒരു പ്രഭാഷണത്തിന്റെ രൂപത്തിലായിരിക്കും, ഒരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ഒരു പുസ്തകത്തിന്റെ രൂപത്തിലായിരിക്കും, നിങ്ങൾ കാണുന്ന ബൈപ്പാസ് ചെയ്ത് ചിലപ്പോൾ പെട്ടെന്ന് പോപ്പപ്പ് ചെയ്ത് കഴിഞ്ഞ് വന്ന ഒരു വീഡിയോയുടെ രൂപത്തിലായിരിക്കും, ഇൻസ്റ്റാഗ്രാമിലെ ഒരു റീൽസിന്റെ രൂപത്തിലായിരിക്കാം. നിങ്ങൾക്കായിരിക്കുന്ന അവസ്ഥയിൽ, നിങ്ങൾ ആ വിഷമിക്കുന്ന അവസ്ഥയിൽ ഒരു ദൂതനെ കർത്താവ് അയക്കും. അപ്പോൾ അച്ഛനിങ്ങനെ പറയായിരുന്നു, മാതാവിന്റെ മുമ്പിലേക്ക്, പരിശുദ്ധ മറിയത്തിന്റെ മുമ്പിലേക്ക് ഒരു ദൂതൻ വന്നു. ദൂതൻ വന്നിട്ട് പറയുന്നത് എന്താണ്? ദൈവത്തിന് പറയാനുള്ളത് പറഞ്ഞിരുന്നു. ഒരാൾ ഏഞ്ചലായിട്ട് മാറുന്ന എപ്പോഴാണ്? ഒരാൾ ദൈവദൂതനായിട്ട് മാറുന്ന എപ്പോഴാണ്? എന്നോട്, നിന്നോട്, ഈശോയ്ക്ക് പറയാനുള്ള ഒരു കാര്യം കൃത്യമായി പറഞ്ഞു കൊടുക്കുക. മാതാവിനോട്, പരിശുദ്ധ അമ്മയോട് ഇങ്ങനെ ദൂതൻ പറയാണ്, നീ ഭയപ്പെടേണ്ട, കർത്താവ് നിന്റെ കൂടെയുണ്ട്, ദൈവത്തിനെല്ലാം സാധ്യമാണ്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യം, വലിയൊരു സന്ദേശം, വലിയൊരു ഗോസ്പൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിന്റെ ക്ലൈമാക്സിൽ സംഭവിച്ച ഒരു കാര്യത്തെ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം ദൂതൻ അവളുടെ അടുത്ത് നിന്ന് മറഞ്ഞു, അല്ലെ? മംഗളവാർത്തയുടെ ആ ഒരു വായനയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതിനുശേഷം ദൂതൻ അവളുടെ അടുത്ത് നിന്ന് മറഞ്ഞു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ നമ്മൾ അരിച്ചു പെറുക്കി നോക്കിയാലും പിന്നെ ഒരിക്കലും മറിയത്തെ കാണാൻ ദൂതൻ വരുന്നില്ല. മംഗളവാർത്ത വാസ് ഈസി, അല്ലെ? മംഗളവാർത്ത കുറെ കൂടെ ഈസി ആയിരുന്നു, കാര്യം മംഗളമായിരുന്നു. ഒരു പുത്രൻ ജനിക്കും എന്നൊക്കെ പറയുന്നത് വലിയ സന്തോഷമാണ്, ഒത്തിരി അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുമ്പോഴേ. പക്ഷെ പിന്നീട് അങ്ങോട്ട് പരിശുദ്ധ മറിയത്തിന്റെ ലൈഫിൽ മുഴുവൻ എന്തോ ഒരു അസ്വസ്ഥതകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കണേ, എന്തോ ഒരു സങ്കടങ്ങളാണ്. മറിയത്തിന്റെ 7 വ്യാകുലങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ? റോസാമിസ്റ്റിക മാതാവിന്റെ അവിടെ പോകുമ്പോൾ നമ്മൾക്ക് ഈ റോസാമിസ്റ്റിക മാതാവിന്റെ ഈ നമ്മുടെ 7 വ്യാകുലങ്ങളൊക്കെ പ്രാർത്ഥിക്കാറില്ലേ? 7 ഡോളേഴ്സ് ഓഫ് മേരി. എന്തോരം വ്യാകുലങ്ങൾ, എന്തോരം സങ്കടങ്ങളാണ്. ബട്ട് നമ്മളൊരു വലിയ ധ്യാനത്തിന്റെ ഇടയ്ക്ക് രക്തക്കണ്ണീർ ജപമാലയെ കുറിച്ച് ഒരു ടോക്ക് ഇട്ടിരുന്നു. നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് തപ്പിപ്പിടിച്ച് കാണുന്നത് നല്ലതാണ്. ഈ വ്യാകുലങ്ങളുടെ ഒരു സമയത്തും ദൂതനെ കാണുന്നില്ല. മംഗളവാർത്ത പറഞ്ഞിട്ട് ദൂതൻ മുങ്ങി. ദൂതൻ അവളുടെ അടുത്ത് നിന്ന് പിന്നെ മറഞ്ഞു, പിന്നെ ഒരിക്കലും കാണുന്നില്ല. ഏറ്റവും പ്രതിസന്ധിയിൽ ഈജിപ്തിലേക്കുള്ള യാത്രയിലോ, ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടുന്ന ഓട്ടത്തിലോ, ഈശോയെ കാണാതെ പോകുന്ന സമയത്തോ, ഈശോയുടെ മരണ സമയത്തോ, ഏറ്റവും ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് പോലും ഈ ദൂതനെ കാണുന്നില്ല. പക്ഷേ ഒരു ദൂതൻ വരും.